പ്രേക്ഷകരെ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം ഹൃദയം പൊട്ടിക്കുന്ന ഒരു വാർത്ത പുറത്തു വന്നത്. കലാഭവൻ നവാസിന്റെ വിയോഗം. മരണവാർത്ത കേട്ട് പ്രേക്ഷകരും മലയാളികളും സിനിമാ പ്രവർത്തകരും എല്ലാവരും അമ്പരന്ന് ഞെട്ടുകയായിരുന്നു. ഒട്ടും തന്നെ പ്രതീക്ഷിക്കാത്തൊരു മരണവാർത്തയായിരുന്നു കലാഭവൻ നവാസിന്റേത്. ജോഡികളാണെങ്കിലും 18 വർഷത്തിന് ശേഷമാണ് കലാഭവൻ നവാസും ഭാര്യ രഹനിയും ഒന്നിച്ച് അഭിനയിക്കുന്നത്. ഇരുവരും ഒന്നിച്ച് അഭിനയിച്ച സിനിമയായിരുന്നു ഈര. ചിത്രത്തിൽ മികച്ച നടിക്കുള്ള അവാർഡും രഹനയ്ക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നു. മരിക്കുന്നതിന് 2 ദിവസം മുന്നേ വരെ ഈ കാര്യം സോഷ്യൽ മീഡിയ വഴി തന്റെ ഫേസ്ബുക്ക് പേജ് വഴി രഹനയ്ക്ക് അവാർഡ് കിട്ടിയ കാര്യം സന്തോഷപൂർവ്വം അറിയിച്ചിട്ടുണ്ടായിരുന്നു നവാസ്. നവാസിക്ക് ഇല്ലാതെ തനിക്ക് ജീവിക്കാൻ കഴിയില്ല എന്നായിരുന്നു ഒരു ഇന്റർവ്യൂവിൽ രഹന പറഞ്ഞത്. അത്രമേൽ ഇഷ്ടപ്പെടുന്ന, അത്രമേൽ സ്നേഹിക്കുന്ന ദമ്പതിമാരായിരുന്നു നവാസും രഹനയും. ചിത്രത്തിൽ അഭിനയിക്കുന്നതിന് മുൻപ് രഹനയുമായി ഒന്നിച്ച് അഭിനയിക്കണം എന്നതായിരുന്നു തന്റെ ആഗ്രഹമെന്നും നവാസ് ഒരിക്കൽ വെളിപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. നീലാകാശം എന്ന ചിത്രത്തിലായിരുന്നു നവാസ് ആദ്യമായി നായകനായി വേഷം ചെയ്യുന്നത്. രഹനിയായിരുന്നു അതിലെ നായിക. ഇരുവരുടെയും ആദ്യ ചിത്രം തന്നെയായിരുന്നു അത്. 2002 സിനിമ പുറത്തിറങ്ങിയത്. ചിത്രത്തിന്റെ ഷൂട്ടിംഗ് വെച്ചാണ് ഇരുവരും പ്രണയത്തിലാവുന്നത്. പുതുതായി പുറത്തിറങ്ങാനിരിക്കുന്ന പ്രകമ്പനം എന്ന സിനിമയുടെ ചിത്രീകരണത്തിനിടയിലായിരുന്നു ചോറ്റാനിക്കരയിൽ നവാസ് എത്തിയത്. പുതിയതായി ഒരു സിനിമ സംവിധാനം ചെയ്യുന്ന തിരക്കിലായിരുന്നു നവാസ്. അതിനിടയിലായിരുന്നു അദ്ദേഹത്തിന്റെ വിയോഗം സംഭവിക്കുന്നത്. വെള്ളിയാഴ്ച ഷൂട്ട് കഴിഞ്ഞ നവാസിന് 3-4 ദിവസം അവധിയുണ്ടായിരുന്നു. ചിത്രത്തിൽ അഭിനയിച്ച ശേഷം ഫ്രഷ് ആവാൻ വേണ്ടി റൂമിലെത്തിയതായിരുന്നു നവാസ്. ഇതിനിടെയാണ് താരത്തിന് ഹൃദയാഘാതം ഉണ്ടാകുന്നത്. ഹൃദയാഘാതം സംഭവിച്ച് ചുറ്റും ആരുമില്ലാത്തത് കൊണ്ട് തന്നെ താരം കുഴഞ്ഞു വീഴുകയായിരുന്നു. ആരും തന്നെ കാണാതെ ഹോട്ടൽ ജീവനക്കാരാണ് ശേഷം മുറി തുറന്നു നോക്കിയപ്പോൾ അദ്ദേഹം കുഴഞ്ഞു വീണ് നിലത്ത് കിടക്കുന്നത് കാണുന്നത്. ഡോർ ലോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ആശുപത്രിയിൽ എത്തിക്കുന്ന സമയത്തെല്ലാം നവാസിന് ജീവൻ ഉണ്ടായിരുന്നു എന്നാണ് ഹോട്ടൽ ജീവനക്കാർ പറഞ്ഞത്. നവാസിന് മുൻപും ഹൃദയാഘാതം സംഭവിച്ചിട്ടുണ്ട് എന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വഴി മനസ്സിലാക്കാൻ സാധിച്ചു. വെള്ളിയാഴ്ച രാത്രി 8 മണിയോടെയാണ് നവാസിന് ഹൃദയാഘാതം വന്നത് എന്നതാണ് പോസ്റ്റ്മോർട്ടത്തിൽ സൂചിപ്പിക്കുന്ന കാര്യങ്ങൾ. അതിനുശേഷം ആളുകളെ തേടാൻ വേണ്ടി നവാസ് ഇറക്കുന്ന വെപ്രാളത്തിൽ അദ്ദേഹം കുഴഞ്ഞു വീണ് മരിക്കുകയായിരുന്നു. ഹോട്ടൽ മുറിയുടെ വാതിലോട് ചേർന്ന് കിടന്നാണ് നവാസ് കിടന്നിട്ടുണ്ടായിരുന്നത്. ഹോട്ടൽ മുറി ജീവനക്കാരെ ആരെങ്കിലും വിളിക്കുന്ന വെപ്രാളമായിരിക്കും അത് എന്നാണ് അതിൽ നിന്നും വ്യക്തമാകുന്നത്. ശനിയാഴ്ച 6 മണിക്കായിരുന്നു നവാസിന്റെ കബറടക്കം കഴിഞ്ഞത്. പൊട്ടിക്കരയുന്ന രഹനയും കുടുംബത്തെയും ആശ്വസിക്കാൻ കഴിയാതെ തന്റെ പ്രിയപ്പെട്ടവരും സുഹൃത്തുക്കളും സഹപാഠികളും എല്ലാവരും തന്നെ വളരെയധികം സങ്കടത്തോടെ നിൽക്കുന്ന ഒരു നിമിഷമായിരുന്നു അത്. പൊട്ടിക്കരിയുന്ന രഹനയുടെ BP ലോവായി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു എന്നായിരുന്നു കഴിഞ്ഞ ദിവസം പുറത്തു വന്ന റിപ്പോർട്ട്. ആർക്കും ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല ഇങ്ങനെയൊരു വിയോഗം. യാതൊരുവിധ പ്രശ്നവുമില്ലാതെ സന്തോഷകരമായ ഒരു ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന വ്യക്തിയായിരുന്നു കലാഭവൻ നവാസ്. ഒട്ടും തന്നെ പ്രതീക്ഷിക്കാതുണ്ട വിയോഗത്തിൽ കേരളം മുഴുവൻ ദുഃഖത്തിൽ തന്നെയാണ്. തന്റെ കൂടെയുള്ളവർക്ക് തന്നെ സഹിക്കാൻ പറ്റുന്നില്ല ഈ ഒരു വാർത്ത. അത്രമേൽ പ്രിയപ്പെട്ട രഹനയ്ക്ക് പിന്നെ എങ്ങനെ ഇതെല്ലാം തന്നെ താങ്ങാനാവും? രഹന ആകെ തകർന്നു പോയിട്ടുണ്ടായിരുന്നു. ഒപ്പം തന്നെ 3 മക്കളും. ഒരുപാട് സ്വപ്നങ്ങൾ ബാക്കി വെച്ചാണ് നവാസ് പോയത്. നവാസിന്റെ വിയോഗത്തിൽ കേരളത്തിലെ എല്ലാവരും തന്നെ വളരെയധികം ദുഃഖത്തിൽ തന്നെയാണ്. വാർത്തകളും വിശേഷവും എത്രയും പെട്ടെന്ന് അറിയാൻ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ഫ്രണ്ട്സ്.